കൊച്ചേട്ടൻ്റെ കത്ത്. അമ്മ മിണ്ടാതിരി, ഡോക്ടർ പറഞ്ഞാ മതി. സ്നേഹമുള്ള DCL കൂട്ടുകാരെ, എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ? എത്ര നേരമായി നിന്നെ ഒരുമിച്ചുണ്ണാൻ വിളിക്കുന്നു. ഒന്ന് വന്നിരിക്കു മോനെ. എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു. എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ. എൻ്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട്. മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു. ഓ പിന്നെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത്. ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം, അതും സമയത്ത് കഴിക്കണം. വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ച് കഴിക്കുകയും വേണം. ഉറച്ച ശബ്ദത്തോടെ അച്ഛൻ നയം വ്യക്തമാക്കി. ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിലേക്ക് കയറി വന്നത്. മൊബൈൽ ഫോണുമായി മുറിക്കുള്ളിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാൻ ഇറങ്ങി വന്നില്ല. അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടുമിരുന്നു. ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടായിരുന്നു. വയർ പൊത്തി കരയുന്ന അവന് വലിയ വയറുവേദനയുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലെത്തി. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി. അരുണിന്റെ പാൻക്രിയാസിന് നീരുണ്ട്. ബയോപ്സിക്ക് വിടണം. അരുണിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മലിനമാണത്രേ. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛനും യെസ് സാർ എന്ന് അരുണും മറുപടി പറഞ്ഞു. കളിക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിൻ്റെ അടിമയായി മാറിയിരിക്കുന്നു. വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്നും പരാതിയാണ്. കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ? ഉമാമി എന്ന ജപ്പാൻ വാക്കിന് കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം. തക്കാളി, പനീർ, മട്ടൻ, ചിക്കൻ, മത്സ്യം, കൂൺ, കടൽ പായൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ രുചി കൂട്ടാനായി മോണോസോഡിയം ഗ്ലൂറ്റാമേറ്റ് MSG എന്ന അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും. ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല, മുതിർന്നവരും MSGയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിയുടെ അടിമകളാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട. ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളം ഉണർത്താൻ അജിനോമോട്ടോ ഉമാമിക്ക് കഴിവുണ്ട്. നൂഡിൽസ്, ഫ്രൈഡ് ചിക്കൻ, ബർഗർ പാറ്റീസ്, ഫ്രോസൺ മോമോസ്, ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും MSGയും കൃത്രിമ രുചിയും വിഷമയമായ നിറങ്ങളുടെ പൊടികളും ആസിഡും എല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട്. ചിപ്സ്, ലെയ്സ്, കുർക്കുറെ, നാച്ചോസ്, ചിപ്സ് ബോൾസ്, പപ്സ്, പാനിപൂരി മസാലകൾ, പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യധികം അപകടമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും MSGയും ചേർക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ചോറും കറികളും, നാടൻ കോഴിയും കപ്പയും ബീഫും, അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടൻ കപ്പയും കാന്താരിമുളകും ഉള്ളിച്ചമ്മന്തിയുമൊക്കെ കഴിച്ച് നല്ല കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളരുന്ന കേരം തിങ്ങുന്ന ഈ കേരള നാടിൻ്റെ തനത് ഭക്ഷണ ശൈലികളും രുചിക്കൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ട് മൂടിയതാരാണ്? കൂട്ടുകാരെ, ഭക്ഷണം ഒരു സംസ്കാരമാണ്. ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം. അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ച് വളരാം. അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന്
അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല. വയറും തിരുമി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകൂ. നമ്മുടെ വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്ന് പറയാം. അമ്മക്കറികളുടെ രുചിയും ആവി പറക്കുന്ന ചോറുരുള ചോറിലൊരു തുള്ളി എണ്ണയും പുരട്ടി അമ്മ വാരിത്തരുന്ന ചോറുരുളകളുടെ അരുളുകളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിയമാവലിയാവട്ടെ. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.